ഇന്നത്തെ വെൽത്തി വെനസ്ഡേയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ ചോദ്യം: മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക് ബയോ ഹാക്കിംഗ് ടെക്നിക്സ് ഗുണം ചെയ്യുമോ? ചെയ്യുമെങ്കിൽ അതിനു പിന്നിലെ സയൻസ് എന്താണെന്ന് പറയാം. മാനസിക ആരോഗ്യത്തിനായി പലതരത്തിലുള്ള മരുന്നുകൾ ചരിത്രത്തിൽ ഉടനീളം കണ്ടുപിടിക്കുകയും അതിനുള്ള പരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്തതായി കാണുന്നു. 1987 പ്രൊസാക് എന്ന മരുന്ന് ജർമ്മൻ BGA FDA പോലെ തന്നെ അപ്രൂവ് നൽകുന്ന ഒരു സംഘടന ഈ പ്രൊസാക് എന്ന മെഡിക്കേഷൻസ് ഉപയോഗിച്ചാൽ ഒരുപാട് പാർശ്വഫലങ്ങളുണ്ടെന്നും ആൾക്കാരിൽ സൂയിസൈഡൽ ടെൻഡൻസി ഉണ്ടാകുന്നു എന്നുള്ള ഒരു പഠനം പോലും കൊണ്ടുവന്നതാണ്. ലില്ലീസ് നടത്തിയ പഠനത്തിൽ തെളിഞ്ഞത് ഏകദേശം 50,000-ഓളം പേരാണ് ഇത്തരത്തിലുള്ള ആന്റി ഡിപ്രഷൻ മെഡിസിൻസ് എടുത്തിട്ട് സൂയിസൈഡൽ അറ്റംപ്റ്റ് നടത്തുകയും മരണപ്പെടുകയും ചെയ്തതായി കാണുന്നത്. 50,000 പേർ. പലപ്പോഴും ഡിപ്രഷന് വേണ്ടി എടുക്കുന്ന മരുന്നുകൾ ഇപ്പോൾ തേർഡ് ജനറേഷനിൽ എത്തി നിൽക്കുമ്പോൾ SSRIs എന്ന് പറഞ്ഞ സെലക്റ്റീവ് സെറട്ടോണിൻ റീ അപ്ടേക്ക് എന്ന ഒരു പ്രോസസ്സിലേക്കാണ് എത്തുന്നത്. സെറട്ടോണിൻ ശരിക്കും നമ്മുടെ ശരീരത്തിന് അമിതമായിട്ട് തങ്ങി നിൽക്കേണ്ട ആവശ്യമുണ്ടോ? സെറട്ടോണിൻ കഴിച്ചു കഴിഞ്ഞാൽ ട്രാങ്കുലൈസിങ് എഫക്റ്റ് ആണോ അതോ ആൻറ്റി ഡിപ്രഷൻ എഫക്റ്റീവ് ആണോ ഉണ്ടാകുന്നത്? ഇത് തന്നെ അവരുടെ ഇടയിൽ ഉള്ള ഒരു തർക്ക വിഷയം തന്നെയാണ്. അപ്പോൾ വളരെ വ്യക്തമായി കാണാം, ശരീരത്തിൽ ഹോർമോൺസിൻ്റെ ഇംബാലൻസ് ഉണ്ടാകുമ്പോഴോ എനർജി മെറ്റബോളിസത്തിലുണ്ടാകുന്ന പാകപ്പിഴയാണ് തീർച്ചയായിട്ടും ഒരാളെ മാനസിക വൈകല്യത്തിലേക്ക് എത്തി നിൽക്കുന്നത്. സോ തീർച്ചയായിട്ടും ബയോ ഹാക്കിങ്ങിലൂടെ ഒരാളുടെ ഹോർമോണിനെ ബാലൻസ് ചെയ്യുകയും അയാളുടെ മെറ്റബോളിക് എനർജി കറക്റ്റ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അയാൾക്ക് ഡിപ്രഷനിൽ നിന്നോ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള വൈകല്യങ്ങളിൽ നിന്നോ തിരിച്ചു വരാവുന്നതേ ഉള്ളൂ. അതിന് സിംറ്റമാറ്റിക് ട്രീറ്റ്മെൻ്റ് അല്ല വേണ്ടത്, മറിച്ച് റൂട്ട് കോസ് തെറാപ്പി തന്നെയാണ്. ഇവിടെയാണ് ബയോ ഹാക്കിംഗ് ടെക്നിക്സ് മാനസികാരോഗ്യത്തിന് മുൻഗണന നൽകുന്ന ഒരു ചികിത്സാ രീതിയായി മുന്നേറുന്നത്. ബയോ ഹാക്കിങ്ങിൽ ഞാനിവിടെ ഏറ്റവും കൂടുതലായിട്ട് സ്പെസിഫൈ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള മാനസിക രോഗങ്ങളുള്ള പേഷ്യൻസിൽ തൈറോയ്ഡ് ബാലൻസിങ്, ഈസ്ട്രജൻ ഡോമിനൻസി ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുക, അവർക്ക് ഉണ്ടാകുന്ന റെക്കറൻ്റ് ആയിട്ടുള്ള ഹൈപ്പോഗ്ലൈസീമിയെ കറക്റ്റ് ചെയ്യുക, പ്രീ മെൻസ്ട്രുവൽ ഡിസീസസിൽ ഉണ്ടാകുന്ന ഡിസ്റ്റർബൻസസിനെ കറക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അത് അഡ്രസ്സ് ചെയ്യുക തുടങ്ങിയവയിൽ കൂടി വളരെ ഈസി ആയിട്ട് ഒരു ഡിപ്രസീവ് സ്റ്റേറ്റിൽ നിന്ന് അവർക്ക് റിക്കവർ ചെയ്ത് മുന്നോട്ട് വരാവുന്നതാണ്. താങ്ക് യു.